Hello friends, Technique Malayalamile മറ്റൊരു അൺബോക്സിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ, ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും മികച്ച ഒരു ഫോട്ടോഗ്രാഫിക്ക് മുൻതൂക്കം കൊടുത്തൊരു ഡിവൈസ് ഞാൻ പ്രോബ്ലി ടെസ്റ്റ് ചെയ്തിട്ടില്ലാന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും കിടിലൻ ക്യാമറ സെറ്റപ്പാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഷവോമിൻ്റെ 13 Pro. Xiaomi 13 Proൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഗ്ലോബൽ ഡിവൈസാണ്. ലൈക്ക പാർട്ട്ണർഷിപ്പിൽ ഷവോമി ഇറക്കിയ ആദ്യത്തെ ഗ്ലോബൽ ഡിവൈസാണ്. കഴിഞ്ഞ വർഷം Xiaomi 12S Ultra ഇറക്കിയായിരുന്നു. അതിൻ്റെ അൺബോക്സിങ് നമ്മൾ ഈ ചാനൽ ഓൾറെഡി ചെയ്തായിരുന്നു. പക്ഷേ അത് ഗ്ലോബൽ ലോഞ്ച് ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ആക്ച്വലി ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതേ ഉള്ളൂ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു, നമ്മൾ അൺബോക്സ് ചെയ്തായിരുന്നു, ക്യാമറയും കാണിച്ചു തന്നായിരുന്നു. പക്ഷേ ഇത്തവണ Xiaomi ഗ്ലോബൽ ലോഞ്ചാണ് നടത്തുന്നത്. അതായത് ഇന്ത്യയിലും ഈ ഡിവൈസ് ലോഞ്ച് ആവുന്നുണ്ട്, അതേപോലെ തന്നെ വേൾഡ് വൈഡും ഈ ഡിവൈസ് ലോഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ലൈക്കയായിട്ട് കോ എഞ്ചിനീയർഡ് ആണ്. അപ്പോൾ വെറും ഒരു ട്യൂണിങ്, ലൈക്ക ട്യൂണിങ് അല്ല ക്യാമറയിൽ, കോ എഞ്ചിനീയർഡ്. അതായത് ഇത് ഒരു ക്യാമറ സിസ്റ്റമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിന് വേറെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ലൈക്ക എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ലൈക്ക എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിയിൽ ദ പൈനിയർ ആണ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം, ഫോട്ടോഗ്രാഫി എന്തൂസിയാസ്. ഇൻഫാക്ട് ലൈക്കേൻ്റെ ക്യാമറാസൊക്കെ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് വൈഡ് അത്രയും പോപ്പുലറായ ഒരു ബ്രാൻഡാണ് ലൈക്ക. വളരെ എക്സ്പെൻസീവാണ് ലൈക്കേൻ്റെ ക്യാമറാസ്. അപ്പോൾ ആ ഒരു പാർട്ട്ണർഷിപ്പിലൂടെ വന്ന ഒരു ഡിവൈസാണ്. രണ്ടുപേരും കൂടെ കോ എഞ്ചിനീയർ ചെയ്ത് വന്ന ഡിവൈസാണ്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ബാക്കി എല്ലാ ഹാർഡ്വെയർ ആസ്പെക്ട്സും, സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്പും അങ്ങനെ എല്ലാം തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല. പ്രോബ്ലി എക്സ്പെൻസീവ് ഡിവൈസ് ആയാലും ഒരു ഇതുമില്ല, നല്ലൊരു എക്സ്പെൻസീവ് ഡിവൈസ് ആയിരിക്കും. കാരണം അത്രയും ബെറ്റർ ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പ്രോബ്ലി ഒരു 75,000 80,000 ആവാനാണ് ചാൻസ്. എനിക്കറിയില്ല എത്രയാണ് ഇതിൻ്റെ പ്രൈസ്. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഗസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എങ്കിൽ ആ റേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. കാരണം അത്രയും മികച്ച ക്യാമറ സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 50 ക്യാമറ കോ എഞ്ചിനീയർഡ് വിത്ത് ലൈക്ക. അപ്പോൾ ഈ ഡിവൈസിൻ്റെ അൺബോക്സിങ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ബാക്കി ഡിവൈസിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാം. ഈ വീഡിയോ സാധാരണ അൺബോക്സിങ് അല്ല, കുറച്ച് ലെങ്തി ആയിരിക്കും. കാരണം അത്രയധികം കാര്യങ്ങളുണ്ട് ഈ ക്യാമറ സിസ്റ്റത്തെക്കുറിച്ച് പറയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ലെങ്തി അൺബോക്സിംഗ് ആണ്. പക്ഷേ ഫുൾ കാണാൻ മറക്കരുത്, കാരണം അത്രയും എക്സൈറ്റിംഗ് ആയ ഒരു ക്യാമറ സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് Xiaomi 13 Proൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് Xiaomi 13 Proൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ നല്ലൊരു ലാർജ് ബോക്സ് പാക്കേജ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോ എഞ്ചിനീയർഡ് വിത്ത് ലൈക്ക എന്ന് എഴുതി കാണാം, 13 എഴുതി കാണാം. Xiaomi 13 Pro മീ എന്ന് പറയുന്ന ബ്രാൻഡിങ് ആണ്. ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം ഞാൻ വീണ്ടും പറയുകയാണ്, കിടിലൻ ക്യാമറ സിസ്റ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽഡായി പറയാം എല്ലാ ക്യാമറ സിസ്റ്റത്തെക്കുറിച്ചും. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. Xiaomi 13 Pro എന്ന് എഴുതി കാണാം. ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് മെയിൻ ഹാർഡ്വെയർ എഴുതി കാണാം. 50 MP ട്രിപ്പിൾ ക്യാമറ അറേ, സോണി IMX 989 സെൻസറാണ്, 1 ഇഞ്ച് സെൻസറാണ്. ലൈക്ക 75mm ഫ്ലോട്ടിംഗ് ടെലിഫോട്ടോ ലെൻസും 70x സൂമാണ് വരുന്നത്. ഫ്ലോട്ടിംഗ് ടെലിഫോട്ടോ ലെൻസാണ്, അതൊരു പ്രത്യേകതയാണ്. പ്രോബ്ലി ആദ്യമായിട്ടാണ് സ്മാർട്ട് ഫോൺ ക്യാമറീസിൽ വരുന്നത് ഫ്ലോട്ടിംഗ് ലെൻസ്. അതേപോലെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 UFS 4.0 LPDDR5X റാമും, പിന്നെ 120Hz LTPO 2K E6 AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. OLED ഡിസ്പ്ലേ ആണ്. 1900 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്, ഡോൾബി വിഷൻ്റെ, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ്, 120 watts Xiaomi ഹൈപ്പർ ചാർജ്, 50 watt വയർലെസ് ടർബോ ചാർജും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ 3D ബയോ സെറാമിക് ബാക്ക് ഡിസൈനാണ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബോക്സിൻ്റെ ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് Xiaomi എന്ന് പറഞ്ഞ എഴുതിയൊരു ബോക്സ്, വേറൊരു ബോക്സ് കാണാം. ഇതിനകത്ത് സിം ഇജക്റ്റ് പിന്ന്, അതേപോലെ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് നോക്കാം. ഒരു സ്ക്രീൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കാണാം. ഇതുണ്ടല്ലേ, നാനോ സിം 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇവിടെ സാർ വാല്യൂ, ഹെഡ്സ് ആർ 0.881 ബോഡീസ് ആർ 0.633 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് സാർ വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു കേസാണ് കിട്ടുന്നത്, ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണെന്ന് തോന്നുന്നു. അതെ, ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇനി ഡിവൈസാണ് നമുക്കുള്ളത്. ഡിവൈസ് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് കിട്ടുന്നത് 120 watt അഡാപ്റ്ററാണ്. ഇതുണ്ടല്ലേ, Xiaomiൻ്റെ 120 watt അഡാപ്റ്ററാണ്. ഒരു ലാർജ് ബ്രിക്കാണ്. അതുകൂടാണ്ട് തന്നെ ഒരു USB Type C to Type A to Type C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസിലേക്ക് പോകാം. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ആസ്പെക്റ്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് Xiaomi 13 Pro.
അപ്പോൾ ഈ ഒരു ലുക്ക് തന്നെ കണ്ടില്ലേ, ഒരു കിടിലൻ ലുക്കാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസൈനെ കുറിച്ച് പറയാം. ഡിസൈൻ നമുക്ക് ഇവിടെ ഒരു പ്രൊജക്ഷൻ കണ്ടില്ലേ, ക്യാമറയ്ക്ക് ഒരു പ്രൊജക്ഷൻ ഉണ്ട്. നമ്മളെ Xiaomi 11 Ultra അതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ക്യാമറ പ്രൊജക്ഷൻ കുറച്ചുകൂടി റിഫൈൻഡ് ആണ്. കാരണം കണ്ടില്ലേ, ഒരു സിംഗിൾ ബ്ലോക്കായിട്ട് ഫുൾ സെറാമിക് ലേ ഔട്ടാണ് വരുന്നത്. അതേപോലെ ഇവിടെ ഉണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ നല്ല രീതിയിലാണ് മേർജ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നല്ലൊരു ഗ്ലോസി ഫിനിഷും ഉണ്ട്. ബാക്ക് സെറാമിക് ആണ്, 3D ബയോ സെറാമിക് ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടേഴ്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ നമുക്ക് വെയിറ്റ് പറഞ്ഞാൽ 229 grams ആണ് വരുന്നത്. അത്ര ഒരു ഹെവി ഫീലൊന്നും ഇല്ല കേട്ടോ. കാരണം ക്യാമറ ലേ ഔട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഐഫോണൊക്കെ ഇതിലും ഹെവിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് ഒരു ഹെവി ഫീൽ ഇല്ല. കംപ്ലീറ്റ് മെറ്റൽ ചാസിയാണ് വരുന്നത്. ഇവിടെ നമുക്ക് കേർവ്ഡ് ഗ്ലാസ് ആണ് വരുന്നത്. ഇനി ഹാർഡ്വെയർ ആസ്പെക്റ്റ് പറഞ്ഞാൽ ഇവിടെ 50 MP ക്യാമറ കാണാം, ലൈക്ക ബ്രാൻഡിങ് കാണാം, Xiaomi എഴുതിയത് കാണാം. അതേപോലെ പിന്നെ ഇവിടെ നമുക്ക് പവർ ബട്ടണും വോളിയം കീസുമാണ് സൈഡിൽ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. മുകൾ ഭാഗത്ത് നമുക്ക് IR ബ്ലാസ്റ്റർ ഉണ്ട്. പിന്നെ നമുക്ക് മൈക്രോഫോണാണ് വരുന്നത്. താഴത്ത് സിം ട്രേ, USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ആണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ആദ്യം ഒന്ന് ഫോൺ ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു കിഡിലൻ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഈ ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 120 Hz WQHD + 6.73 inches AMOLED ഡിസ്പ്ലേ ആണ്. ഇത് E6 AMOLED ഡിസ്പ്ലേ ആണ്. അതേപോലെ 522 pixels per inch. ഇതിൻ്റെ റെസൊല്യൂഷൻ പറയുകയാണെങ്കിൽ 3200 × 1440p റെസൊല്യൂഷനാണ് വരുന്നത്. അഡാപ്റ്റീവ് സിങ്ക് പ്രോ ഡിസ്പ്ലേ ആണ്. അതേപോലെ ബ്രൈറ്റ്നസ്, പീക്ക് ബ്രൈറ്റ്നസ് 1900 ആണ്. ഏറ്റവും ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ആൻഡ്രോയിഡിൽ വേണമെങ്കിൽ പറയാം. അതേപോലെ P3 കളർ ഗ്യാമറ്റാണ്, ട്രൂ കളർ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓവർ 1 ബില്യൺ കളേഴ്സ്, 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രോ HDR ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഉണ്ട്, HDR10+ ഉണ്ട്, HLG ഉണ്ട്. അതേപോലെ അഡാപ്റ്റീവ് റീഡിംഗ് മോഡ് ഉണ്ട്, സൺലൈറ്റ് മോഡ് ഉണ്ട്, ഐ കെയർ പ്രൊട്ടക്ഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കിടിലം ഡിസ്പ്ലേ ആണ്. കാര്യം നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു 4-5 days ആയി. ഒരു കിടിലം സെറ്റപ്പ് ആണെന്ന് പറയാം. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല ഡിസ്പ്ലേയിൽ. അതേപോലെ ഗോറില്ല ഗ്ലാസ് വിക്ടേഴ്സും ഉണ്ട്. നല്ല വിവിഡ് ആൻഡ് ബ്രൈറ്റ് ഡിസ്പ്ലേയാണ്. ഡോൾബി വിഷനും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ മൂവീസൊക്കെ വാച്ച് ചെയ്യാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ല, അതൊരു 1.5 മുതലാണെന്ന് പറയാം. അത്രയ്ക്ക് കിടിലൻ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡ് 13 ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് അബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 13, അതേപോലെ തന്നെ MIUI വേർഷൻ MIUI 14 ആണ്. അപ്പോൾ ഇതിൽ MIUI 14 ഒരുപാട് എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് MIUI 13 അപേക്ഷിച്ച് നോക്കുന്നത്. കാരണം മെമ്മറി മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ആപ്പ് പെർഫോമൻസ് ആണെങ്കിലും ഒപ്റ്റിമൈസേഷനിലാണെങ്കിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആക്ച്വലി യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഡിസൈൻ ലാംഗ്വേജ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല, എങ്കിലും കുറച്ചൊരു കണ്ടില്ലേ ഹോം ലേ ഔട്ടും സെറ്റിങ്സൊക്കെ കുറച്ചൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. എങ്കിലും നല്ല ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അണ്ടർ ദ ഹൂഡാണ്. അതായത് നമുക്ക് കാണുന്ന ചേഞ്ചസ് അല്ല, കൂടുതലും ഒപ്റ്റിമൈസേഷനും അതേപോലെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സുമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സെറ്റിങ്സും ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. നമ്മൾ റെഗുലർലി കാണാറുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട് MIUI 14. അതേപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെന്ന് പറയാം ഡെഫിനറ്റ്ലി. പിന്നെ ഇതിനകത്ത് നമുക്ക് അപ്ഡേറ്റ് സൈക്കിളും Xiaomiൻ്റെ എല്ലാ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിനെ പോലെ തന്നെ നല്ല അപ്ഡേറ്റ് സൈക്കിളും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഫ്യൂച്ചർ അപ്ഡേറ്റ്സും കിട്ടുന്നുള്ളതിൽ അതിൽ ഒരു പ്രോമിസ് Xiaomi നൽകുന്നുണ്ട്. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. പെർഫോമൻസിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 2 പ്ലാറ്റ്ഫോമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ്. ഇപ്പോഴത്തെ ഏറ്റവും പവർഫുള്ളായ സ്പെക്കാണ് വരുന്നത്. കണ്ടില്ലേ, സ്നാപ്ഡ്രാഗൺ 8 Gen 2. നമുക്ക് ഒരേ ഒരു വേരിയൻറ്റ് ഇന്ത്യയിൽ വരുന്നുള്ളൂ. ഇൻഫാക്ട് ഗ്ലോബലി ഒരേ ഒരു വേരിയൻറ്റ് 12 GB റാമും 256 GB സ്റ്റോറേജും ഈ ഒരേ ഒരു വേരിയൻറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. ഈ വേരിയൻറ്റിൽ LPDDR5X റാമും UFS 4.0 സ്റ്റോറേജ് സപ്പോർട്ടുമാണ് വരുന്നത്. അത് ഏറ്റവും ബെസ്റ്റ് ഹാർഡ്വെയർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെല്ലാ പവർഫുൾ ഹാർഡ്വെയർ വരുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MIUI 14 വിത്ത് ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. അപ്പോൾ പെർഫോമൻസിലും ഒരു കോംപ്രമൈസും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്നാപ്ഡ്രാഗൺ 8 Gen 2 അതേപോലെ LPDDR5X റാമും UFS 4.0 എല്ലാം തന്നെ ഏറ്റവും ബെസ്റ്റ് ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബാറ്ററിയിലോട്ട് വരികയാണെങ്കിൽ 4800
mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഓൾമോസ്റ്റ് 5000 എന്ന് വേണമെങ്കിൽ പറയാം. 4820 mAh കപ്പാസിറ്റി ബാറ്ററി, 120 വാട്ട് ഹൈപ്പർ ചാർജും ഉണ്ട്, 50 വാട്ട് വയർലെസ് ചാർജും ഉണ്ട്, 10 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ എന്താ പറയുക, ബാറ്ററീൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. കാരണം സ്നാപ്ഡ്രാഗൺ 8 Gen 2 നമുക്കറിയാം നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് ചിപ്പാണ്. അപ്പോൾ ഈ വർഷം ടെസ്റ്റ് ചെയ്ത എല്ലാ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്പിലും നല്ല പെർഫോമൻസ് ആയിരുന്നു. അത് തന്നെ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. ഇൻഫാക്ട് ഞാൻ ഒരു 3-4 യൂസ് ചെയ്തൊരു നല്ലൊരു ബാറ്ററി ലൈഫാണ് എനിക്കും കിട്ടിയത്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് പറയാം. ഡീറ്റെയിൽ റിവ്യൂവിൻ്റെ സമയത്ത് മാത്രമേ എനിക്ക് കംപ്ലീറ്റ് ആയി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഞാനത് പോസ്റ്റ് ചെയ്യാം. മാർച്ച് 1-ാം തീയതിയാണ് ഇതിൻ്റെ റിവ്യൂ ഔട്ടാവുന്നത്. അപ്പോൾ ഞാൻ വിശദമായി പറയാം. അപ്പോൾ എനിക്ക് ബാറ്ററി ലൈഫ് നല്ലതായിട്ട് തോന്നി. അതേപോലെ 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, ഓൾമോസ്റ്റ് 18-19 മിനിറ്റ്സ് എടുക്കാൻ ചാൻസ് ഉള്ളൂ. അതിനപ്പുറം പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതാണ് ബാറ്ററി പെർഫോമൻസ്. ഇത് ഓഡിയോൻ്റെ കാര്യത്തിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഡോൾബി അറ്റ്മോസ് ഉണ്ട്, ഡ്യുവൽ സിം കേപ്പബിലിറ്റീസ് ഉണ്ട്, Wi-Fi 7 ഉണ്ട്, NFC ഉണ്ട്, ബ്ലൂടൂത്ത് 5.3 ഉണ്ട്, 5G ബാൻഡ്സ് എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ബേസിക് പെർഫോമൻസ് കാര്യങ്ങൾ. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറാസ് ആണ്. ക്യാമറാസ് ഒരു 1.5 ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. അതൊന്ന് വിശദമായി പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 50 മെഗാപിക്സൽ സോണി IMX899, അതായത് സോണീൻ്റെ IMX989 സെൻസറാണ്, 1 ഇഞ്ച് സെൻസറാണ് വരുന്നത്. ഇതൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ്, f1.9 അപ്പർച്ചാണ്. ഇതാണ് ലൈക്കേൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 മോഡ്സ് ഉണ്ട്. ലൈക്ക എന്താ പറയുക, നാച്ചുറൽ മോഡും, അതായത് ലൈക്കേൻ്റെ റെഗുലർ, അതായത് നമുക്ക് ഏറ്റവും കോറായ ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ നാച്ചുറൽ കളേഴ്സ് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു മോഡുണ്ട്. അല്ലെങ്കിൽ ലൈക്കേൻ്റെ വൈബ്രൻറ്റ് ലുക്ക് ഉണ്ട്. വൈബ്രൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബ്രൈറ്റായ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്കേൻ്റെ എന്താ പറയുക വൈബ്രൻറ്റ് ലുക്കുണ്ട്, അല്ലെങ്കിൽ ഒത്തൻറ്റിക് ലുക്കും വേണമെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പ്രൈമറി ക്യാമറയിൽ ഹൈപ്പർ OIS, അത് EIS-ഉം OIS-ഉം തമ്മിൽ കമ്പൈൻ ചെയ്ത ഹൈപ്പർ OIS ആണ്. 8K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ ഡോൾബി വിഷനിൽ നിങ്ങൾക്ക് 4K 60 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഏക ആൻഡ്രോയിഡ് ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. ഐഫോണിലുണ്ട് ആക്ച്വലി. ഡോൾബി വിഷനിൽ 4K 60 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്ന ഒരേ ഒരു ഫോണാണ്. പിന്നെ അൾട്രാ നൈറ്റ് വീഡിയോ മോഡ് ഉണ്ട്, പിന്നെ AI ക്യാമറ എല്ലാം തന്നെ ഉണ്ട്. ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, അതൊരു ഫ്ലോട്ടിംഗ് ലെൻസാണ്. ആക്ച്വലി പ്രോബ്ലി ഫസ്റ്റ് ടൈമാണ് ഈ ഫ്ലോട്ടിംഗ് ലെൻസ് മെക്കാനിസം വരുന്നത്. ഇത് ആക്ച്വലി ഒരു 50 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസാണ്, f2.0 അപ്പർച്ചറാണ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഫോക്കൽ ഷിഫ്റ്റ് ടെക്നോളജി, അതേപോലെ ഫ്ലോട്ടിംഗ് ടെലിഫോട്ടോ ലെൻസാണ്. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൂടി ഉണ്ട്. അത് 50 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, f2.2 അപ്പർച്ചറും 115 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ് വരുന്നത്. അതേപോലെ നമുക്ക് ഇതിനകത്ത് ലൈക്കേൻ്റെ കുറേ മോഡ്സും ഉണ്ട്. പിന്നെ മാക്രോ മോഡ് നമുക്ക് ടെലിഫോട്ടോ വഴി യൂസ് ചെയ്യാം, അതേപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വഴിയും യൂസ് ചെയ്യാം. 2 വഴിയും നമുക്ക് എന്താ പറയുക മാക്രോ മോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറ ഹാർഡ്വെയർ ആസ്പെക്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ. ഇനി നമുക്കിതിൻ്റെ ക്യാമറ UI എന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അപ്പോൾ ഞാൻ ക്യാമറ UI എന്ന് കാണിച്ചു തരാം, കുറച്ച് വിശദമായി കാണിക്കാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ മെയിൻ ആസ്പെക്ട്സ് ഇവിടെ ഉണ്ടല്ലോ. മുകളിൽ ലൈക്ക മോഡ് ഉണ്ട്, ലൈക്ക വൈബ്രൻറ്റ്, ലൈക്ക ഒത്തൻറ്റിക്. ലൈക്ക ഒത്തൻറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ഒത്തൻറ്റിക് കളേഴ്സാണ് വരുന്നത്, ഒട്ടും തന്നെ ബൂസ്റ്റ് ചെയ്ത കളേഴ്സ് ആയിരിക്കില്ല. പക്ഷേ ലൈക്ക വൈബ്രൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് കുറച്ച് കളർഫുള്ളായ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ എക്സ്ട്രീം ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിൽ അപ്പോൾ നമുക്ക് ലൈക്ക ഒത്തൻറ്റിക് എടുക്കാം, എക്സാക്റ്റ് കളേഴ്സാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. നൈറ്റ് മോഡ് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, വ്ളോഗ് മോഡ്, 50 മെഗാപിക്സൽ മോഡ്, AI വാട്ടർമാർക്ക്, ഡ്യുവൽ വീഡിയോ, സൂപ്പർ മൂൺ മോഡ്, ക്ലോൺ മോഡ്, ഇങ്ങനെ എല്ലാ മോഡ്സും ഉണ്ട്. നൈറ്റ് മോഡ് എല്ലാ ക്യാമറയിലും നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ പോർട്രേറ്റ് മോഡിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കണ്ടില്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, 35mm സ്വിർലി ബൊക്കെ, 50mm പോർട്രേറ്റ്, 75mm പോർട്രേറ്റും, അതേപോലെ സോഫ്റ്റ് ഫോക്കസ് 90mm. ഇതാണ് ഫ്ലോട്ടിംഗ് ലെൻസ്, അതായത് ടെലിഫോട്ടോ ഫ്ലോട്ടിംഗ് ലെൻസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പോർട്രേറ്റ് എല്ലാം തന്നെ വരുന്ന മാസ്റ്റർ ലെൻസ് സിസ്റ്റം. അപ്പോൾ പോർട്രേറ്റ്സ് ഒക്കെ കിഡിലൻ സെറ്റപ്പാണ്. ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളി സെറ്റപ്പാണ്, അതിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാം. അതേപോലെ തന്നെ നമ്മൾ വീഡിയോ റെക്കോർഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ 60 FPS, 4K 60 FPS ഉണ്ട്. അതേപോലെ 8K നമുക്ക് 24 FPS സപ്പോർട്ടഡ് ഉണ്ട്. അപ്പോൾ സൂപ്പർ മാക്രോ മോഡ് ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ അല്ല ഫോട്ടോയിൽ എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ ഓട്ടോമാറ്റിക്കായിട്ട് മാക്രോ മോഡ് എനേബിൾഡ് ആവും. ഇത് ടെലിഫോട്ടോ ലെൻസാണ് ഓട്ടോമാറ്റിക്കായി എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് മാക്രോ മോഡ് കണ്ടില്ലേ, ഇവിടെ ഒരു സൂപ്പർ മാക്രോ മോഡ് ഉണ്ട്, ഇത് വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ സൂപ്പർ മാക്രോ. അപ്പോൾ എങ്ങനെ വേണ്ടി നമുക്ക് എനേബിൾ ചെയ്യാവുന്നില്ല, നല്ല
കിടിലം മാക്രോസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും മാക്രോസ് എടുക്കാം. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിലും വെച്ചെടുക്കാം, അതേപോലെ ടെലിഫോട്ടോ ലെൻസ് വഴിയും മാക്രോ മോഡ് എനേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാമറയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് വേറൊരു ഫോൺ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ക്യാമറ സിസ്റ്റത്തിൽ ഇത്രയധികം, പിന്നെ AI മോഡ് ഉണ്ട്, പിന്നെ നമുക്ക് മൂവി ഫ്രെയിം, ഷട്ടർ സ്പീഡ്, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ക്യാമറ സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം ഷവോമിൻ്റെ 13 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസാണ്. നിങ്ങൾ ക്യാമറ സാമ്പിൾസ് കുറച്ചധികം ഉണ്ട്. നിങ്ങൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എനിക്ക് കിടിലൻ ക്യാമറ സെറ്റപ്പായിട്ട് തോന്നി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ദ ബെസ്റ്റ് ക്യാമറ സിസ്റ്റം, റിയർ ക്യാമറ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡീറ്റെയിൽഡായി ക്യാമറ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഫ്രണ്ട് ക്യാമറ 32 MP ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇൻഫാക്റ്റ് അതൊരു ലൈക്ക ഒപ്റ്റിമൈസ്ഡ് സെൽഫി ക്യാമറയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു കോംപ്രമൈസ് അവിടെ എന്താ വെച്ചാൽ 4K റെക്കോർഡിംഗ് ഇല്ല എന്നുള്ളതാണ് സെൽഫി ക്യാമറയിൽ. അത് പ്രോബ്ലി ഒരു ഡൗൺ സൈഡാണ്. നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുകയുണ്ടായി. 1080p റെസൊല്യൂഷൻ മാത്രമേ ഫ്രണ്ട് ക്യാമറയിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറ സാമ്പിൾസ് ഷവോമി 13 Pro എന്നെടുത്ത്. അപ്പോൾ ഇതായിരുന്നു ഷവോമി 13 Proൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ്ങും ക്യാമറ സാമ്പിൾസും ക്യാമറ ഹാർഡ്വെയർ ബാക്കി എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു കിടിലം ഫോട്ടോഗ്രാഫി സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈവൻ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ പോലും വളരെ മികച്ച ആ ലൈക്കേൻ്റെ പാർട്ട്ണർഷിപ്പ് ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആക്ച്വലി പ്രോബ്ലി ഒരു 1 വീക്ക് ആയിട്ടുള്ള ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എങ്കിലും തന്നെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായി. അതിലും കിടിലം സെറ്റപ്പാണെന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഫോൺ iPhone 14 Pro ആണ്. എനിക്ക് 14 Proനേക്കാളും ക്യാമറ അതിൽ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരു സംശയമില്ല. കാരണം അത്രയും കിടിലം സെറ്റപ്പ്, ആ ലൈക്കേൻ്റെ ട്യൂണിങ് നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ പ്രീമിയം ഒരു സ്മാർട്ട് ഫോൺ തന്നെ പറയാം. കാരണം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതിനകത്ത് ഒന്നും തന്നെ വിട്ടുപോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഷവോമി എല്ലാ ബെസ്റ്റ് ഹാർഡ്വെയറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യാം, പക്ഷേ അത് കുറച്ച് ടൈം എടുക്കും. കാരണം March 1 കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അൺബോക്സിങ് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. എങ്കിലും ഈ ഡിവൈസ് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതിൻ്റെ പ്രീമിയം ലുക്സ്. രണ്ടാമത്, ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഹാർഡ്വെയറും. ഈ രണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ നല്ല ഡിസ്പ്ലേയും എല്ലാം കൊണ്ടും തന്നെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഹാർഡ്വെയർ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഷവോമി 13 Proൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒരിക്കലും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.